ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം പഠിക്കാനായി സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ യോഗം ഈ മാസം 30-ന് വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗമാണ് വിളിച്ചത്. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സർക്കാർ നിയോഗിച്ച ആ കമ്മിറ്റിയുടെ യോഗമാണോ ഇത്? അതെ, അതായത് ഈ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി സർക്കാർ ചർച്ച നടത്തുകയും അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി, അവരുടെ വിഷയങ്ങൾ പഠിക്കാനായി ഒരു കമ്മിറ്റി രൂപീകരിക്കാം, അതിനുശേഷം ഓണറേറിയ വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കാം എന്നുള്ളതായിരുന്നു സർക്കാർ സമരക്കാരെ അറിയിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ ഈ സമരക്കാരെ ഒരു ചർച്ചയ്ക്കായി വിളിച്ചിരിക്കുന്നത്. സമരക്കാർ മാത്രമല്ല, ആ കമ്മിറ്റിയിൽ മുഴുവൻ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളെയും ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ, ഒപ്പം തന്നെ കേരള സ്റ്റേറ്റ് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU, ഓൾ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INDUC, ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ STU, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC എന്നീ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട സംഘടനകളെയാണ് ഈ യോഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഓരോ സംഘടനകളിൽ നിന്നും 3 പേരെ വീതം ഈ യോഗത്തിൽ പങ്കെടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ മാസം 30-നാണ് ഈ യോഗം നടക്കുക. അതിനുശേഷം പിന്നീട് മറ്റു വിഷയങ്ങൾ കൂടി പഠിച്ചതിന് ശേഷമായിരിക്കും സർക്കാരിന് ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുക. അനുജ, ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം പഠിക്കാൻ സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ യോഗമാണ് ഈ മാസം 30-ന് ചേരുക.